വിശ്വാസവഞ്ചന കാണിച്ചവർക്കും ചതി അലങ്കാരമായി കാണുന്നവർക്കും മറുപടി പറയാൻ നിൽക്കരുത്. ഇനി അവർ എത്ര നന്നായി എന്ന് പറഞ്ഞാലും ഇനി ഒരു അവസരം അവർക്ക് കൊടുക്കരുത്. നിങ്ങളുടെ ജീവിതം വളരെ ചെറുതാണ്. അത് സങ്കടത്തോടെ ഉണരുവാനുള്ളതല്ല. നിങ്ങളെ ശരിയായ രീതിയിൽ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുക, അല്ലാത്തവരെ മറക്കുക. എല്ലാം സംഭവിക്കാൻ തീർച്ചയായും ഒരു കാരണമുണ്ടാവും. ലക്ഷ്യങ്ങൾ സംസാരിച്ചിരിക്കാനുള്ളതല്ല, അത് പരിശ്രമിച്ച് നേടിയെടുക്കാനുള്ളതാണ്. നമ്മൾ തകർന്നു പോകുന്നു എന്ന് തോന്നുന്ന ഘട്ടത്തിൽ പോലും ആത്മവിശ്വാസം കൈവിടരുത്. കഴിഞ്ഞതൊക്കെ ഒരു അത്ഭുതമായി തോന്നുന്ന വിധത്തിൽ നമുക്ക് വിജയിക്കാൻ സാധിക്കും. ഏത് ബന്ധത്തിലും പിണക്കങ്ങൾ സർവ്വസാധാരണമാണ്. പിണക്കത്തിൻ്റെ കാരണങ്ങളെക്കുറിച്ച് നമ്മൾ പരസ്പരം ചർച്ച ചെയ്യണം. സന്തോഷമായി ജീവിക്കുക എന്നതാണ് പ്രധാനം, അല്ലാതെ അത് മറ്റുള്ളവരെ അറിയിക്കണമെന്ന് നിർബന്ധമില്ല. ഓർക്കുക, എല്ലാവരും നമ്മുടെ സന്തോഷം ആഗ്രഹിക്കുന്നവരല്ല. മറ്റുള്ളവരുടെ ശ്രദ്ധ നേടുന്നതിനേക്കാൾ നമ്മൾ അവരുടെ ബഹുമാനം നേടാനാണ് ശ്രമിക്കേണ്ടത്. അതിനായി ഒഴിവ് കഴിവുകൾ പൂർണ്ണമായി ഒഴിവാക്കി ഓരോ നിമിഷവും മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുക. നിങ്ങൾക്ക് ആരെയെങ്കിലും സഹായിക്കാൻ കഴിയുന്ന അവസ്ഥയിലാണെങ്കിൽ അവരെ സഹായിക്കുക. ആ വ്യക്തിയുടെ പ്രാർത്ഥനകൾക്ക് ദൈവം നിങ്ങളിലൂടെ ആകാം ചിലപ്പോൾ ഉത്തരം നൽകുന്നത്. കഷ്ടകാലം എന്ന് നിങ്ങൾ കരുതുന്ന നേരത്തിൻ്റെ മറവിൽ പലപ്പോഴും അനുഗ്രഹങ്ങൾ ഒളിച്ചിരിക്കുന്നുണ്ടാവാം. അതുകൊണ്ടാണ് കഷ്ടപ്പാടുകളുടെ അവസാനം നിങ്ങൾ മികച്ചവരും ശക്തരും ബുദ്ധിശാലികളുമായി മാറുന്നത്. ഒരാൾക്ക് തൻ്റെ ആരോഗ്യം വീണ്ടെടുക്കുന്നതിന് എല്ലായ്പ്പോഴും മരുന്നുകൾ മാത്രം മതിയാവില്ല. സ്നേഹം, മനസ്സമാധാനം എന്നിവയിൽ നിന്നൊക്കെ ലഭിക്കുന്ന ആത്മധൈര്യം കൂടി അതിന് ആവശ്യമാണ്. ഏതൊരു കാര്യവും വിജയത്തിൽ എത്തുന്നതിന് മുൻപ് നിരവധി പ്രശ്നങ്ങളിലൂടെ കടന്നു പോകേണ്ടതായുണ്ട്. സഹിഷ്ണുതയുള്ളവർ മാത്രം ഇന്നല്ലെങ്കിൽ നാളെ വിജയം ആസ്വദിക്കും. നമ്മുടെ ആഗ്രഹങ്ങൾ എപ്പോഴും മനസ്സിൽ മായാതെ സൂക്ഷിക്കണം. ആഗ്രഹങ്ങളാണ് നമ്മളെ പലപ്പോഴും നേട്ടങ്ങളിൽ എത്തിക്കുന്നത്. മലയോളം ആഗ്രഹിക്കുക, എങ്കിലേ നമുക്ക് ചെറിയ കുന്നോളമെങ്കിലും ലഭിക്കുകയുള്ളൂ. നാവ് വളരെ ചെറുതും ഭാരം ഇല്ലാത്തതുമാണ്. എന്നാൽ അതിന് നിങ്ങളെ പർവ്വതത്തേക്കാൾ ഉയരത്തിലെത്തിക്കാനും പാതാളത്തേക്കാൾ താഴെ എത്തിക്കാനും കഴിയും. ഒരാളുടെ പ്രവൃത്തിയും സംസാരവും നമ്മളെ വിഷമിപ്പിക്കുന്നതാണ് എങ്കിൽ അത്തരം ആളുകളെ ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. അല്ലാതെ അവരോട് തർക്കിക്കാൻ നിന്ന് നമ്മുടെ വിലപ്പെട്ട സമയം കൂടി നഷ്ടപ്പെടുത്തേണ്ട കാര്യമില്ല. അപവാദങ്ങളെ ഒരിക്കലും ഭയക്കരുത്. നമ്മളെ അതുകൊണ്ടൊന്നും തകർക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാകുമ്പോൾ ഇറങ്ങിത്തിരിച്ചവർ നിശബ്ദരാകും. സ്വയം തോൽക്കാതിരുന്നാൽ മാത്രം മതി. അവസാനിപ്പിക്കാൻ വളരെ വേഗം കഴിയുന്നതും തിരിച്ചെടുക്കാൻ അതിലേറെ പ്രയാസമുള്ളതുമായ ഒന്നാണ് ബന്ധങ്ങൾ. ആരോടും പറയാത്ത ചില കാര്യങ്ങൾ നമ്മൾ ചില വ്യക്തികളോട് പറയുന്നത് അയാളോട് ഇഷ്ടമുള്ളതുകൊണ്ട് മാത്രമല്ല, മറിച്ച് അയാൾക്ക് നമ്മളെ മറ്റാരേക്കാളും നന്നായിട്ട് മനസ്സിലാക്കാൻ കഴിയുമെന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ്. സമ്പാദ്യത്തിൻ്റെ നിർവചനം പണം കൊണ്ട് മാത്രം നിർണ്ണയിക്കപ്പെടുന്നില്ല. അനുഭവം, ബന്ധം, സ്നേഹം, ബഹുമാനം, പാഠങ്ങൾ എല്ലാം സമ്പാദ്യത്തിൻ്റെ രൂപങ്ങളാണ്. നമ്മുടെ ജീവിതം നിയന്ത്രിക്കാനുള്ള അധികാരം മറ്റാരെയും ഏൽപ്പിക്കരുത്. എന്തും നന്നായി ചെയ്യാനുള്ള ആർജവം നേടുക. സത്യസന്ധമായി ആഗ്രഹിച്ച് അത് നേടിയെടുക്കുക. ഇതൊന്നും സ്വയമല്ലാതെ മറ്റാർക്കും ചെയ്യാൻ കഴിയില്ല എന്ന സത്യം മനസ്സിലാക്കുക. ഏത് സാഹചര്യത്തിലായാലും പ്രലോഭനങ്ങൾക്ക് വഴങ്ങാൻ മനസ്സിനെ അനുവദിക്കരുത്. ചതിക്കപ്പെടുകയാണെന്ന് തോന്നിയാൽ പിന്നെയും അവിടെ നിൽക്കാതെ അടുത്ത നിമിഷം തിരിഞ്ഞു നടക്കാൻ എല്ലാ മനുഷ്യർക്കും കഴിയട്ടെ. രണ്ട് കാര്യങ്ങൾക്ക് ആരെയും നിർബന്ധിക്കരുത്. ഒന്ന് സ്നേഹവും മറ്റൊന്ന് ആരാധനയുമാണ്. രണ്ടും ഹൃദയത്തിൽ നിന്നുള്ളതാണ്. നമുക്കുള്ളത് എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. എല്ലാവർക്കുമുള്ളത് നമുക്കും ഉണ്ടാവണമെന്നില്ല. അതിനാൽ ഒരാളുടെ ഇല്ലായ്മയെ പരിഹസിക്കാൻ നാം ആരുമല്ല. മറ്റുള്ളവർ എന്തു പറഞ്ഞാലും നമുക്ക് ശരിയെന്ന് തോന്നുന്നത് മാത്രം ചെയ്യുക. കാരണം അനന്തരഫലങ്ങൾ നേരിടേണ്ടതും നമ്മൾ തന്നെയാണ്. അറിവ് മാത്രമാണ് ഒരു വ്യക്തിയെ ഏറ്റവും ഉയർന്ന തലത്തിൽ എത്താൻ സഹായിക്കുന്നത്. അതിനാൽ
ഭാവി ജീവിതത്തിലേക്കുള്ള മുതൽക്കൂട്ടാണ് വിദ്യാഭ്യാസം എന്ന കാര്യം ഓർക്കുക. നഷ്ടങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ നഷ്ടം സ്നേഹവും നേട്ടങ്ങളിൽ വെച്ച് ഏറ്റവും വലുത് വിശ്വാസവുമാണ്.